Good morning, students. Adutha university question is find the eigenvalues and eigenvectors for the matrix A is equal to -2, 2, -3, 2, 1, -6, -1, -2, 0. December 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു 3x3 ഓർഡർ ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ചൂസ് ചെയ്യുക. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 0 0 0 1 0 0 0 1. അത് ലാംഡ കൊണ്ട് ഗുണിക്കും. അപ്പൊ ലാംഡ i സമത്രയായിരിക്കും ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ. Then a minus lambda i. എന്താണ് a minus lambda i? a minus lambda i എന്ന് പറഞ്ഞാൽ പാരക്സ് മെട്രിക്സ് ആണ്. -2 minus lambda 0 അടുത്ത എലമെന്റ് 2 -3 2 1 minus lambda -6 -1 -2 0 minus lambda എന്ന് പറയുന്നത് ബി മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്സ് മെട്രിക്സ്. അതായത് ഡയഗണൽ എലിമെന്റ്സിന് മാത്രം ലാംഡ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. -2 അതായത് എയിൽ നിന്ന് ലാംഡയെ കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് a minus lambda. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് a minus lambda. ഡിറ്റർമിനന്റ് a minus lambda equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും. ആ പോളിനോമിയൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. ആ വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഗൻ വാല്യൂസ്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനന്റ് a minus lambda എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഈക്വൽ 0 കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല ഉപയോഗിക്കാൻ പെട്ടെന്ന് നമുക്ക് ആ പോളിനോമിയൽ ഇക്വേഷൻ കാണാൻ സാധിക്കും. ആ പോളിനോമിയൽ ഇക്വേഷൻ എന്താണ്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് a into lambda square plus m11 plus m22 plus m33 into lambda minus determinant a. ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇതൊരു ഓർത്തെടുത്ത് ഇതില് നമ്മള് ട്രേസ് ഓഫ് എയും m11 m22 m33 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് അതിന്റെ റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സ് ആണ് നമ്മുടെ ഐഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ട്രേസ് ഓഫ് എ എന്താ നോക്കാം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് കൂട്ടി മെയിൻ ഡയഗണൽ എലമെന്റ്സ് കൂട്ടി വരിക. നമ്മുടെ മെട്രിക്സ് ഇതാണ്. ഈ മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇതാണ്. ഈ ഡയഗണൽ എലമെന്റ്സ് കൂട്ടുമ്പോൾ -2 + 1 + 0 കിട്ടും -1. അപ്പൊ ട്രേസ് ഓഫ് എയുടെ വാല്യൂ കിട്ടി. m11 കണ്ടുപിടിക്കാം. m11 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഇതാണ് m11. ഈ ഇതിന്റെ മൈനർ ആണ്. -2 മൈനർ എന്ന് പറയുമ്പോൾ ഈ -2 ഉൾപ്പെടുന്ന കോളോ -2 ഉൾപ്പെടുന്ന റോ ഒഴിവാക്കാം. ബാക്കി എത്ര കിട്ടും? നമുക്ക് 0 -12 കിട്ടും. അപ്പൊ m11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12. ഇനി m22 കണ്ടുപിടിക്കാം. m22 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ്. ഈ 1 എന്ന എലിമെന്റിന്റെ കോളോ റോയും ഒഴിവാക്കാം. ബാക്കി ഒഴിവാക്കി കഴിയുമ്പോൾ കിട്ടുന്നതാണ് 0 -3. അപ്പൊ -3. ഇനി m33 കണ്ടുപിടിക്കാം. m33 എന്ന് പറഞ്ഞാൽ ഇതാണ് തേർഡ് റോയിലെ തേർഡ് എലിമെന്റ്. ഇതിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉൾപ്പെടുന്ന കോളോ റോ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് -2 then -4. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? -6. ഇനി m11 plus m22 plus m33 ഇത് മൂന്നും കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ -12 -6 -3. അപ്പൊ 12 18 3 21 -21 വരും. അപ്പൊ m11 plus m22 plus m33 കിട്ടി. ഇനി ഡിറ്റർമിനന്റ് a കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് a എന്ന് പറഞ്ഞാൽ എന്താണ്? -2 into 0 -12 -2 into 0 -6 then plus -3 into -4 plus 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് -2 into -12 എന്ന് പറയുമ്പോൾ -4 24 വരും. പ്ലസ് 24 വരും. ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? +12 വരും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? -4 + 3 + 1 അപ്പൊ -3 വരും. അപ്പൊ -3നെ -3 കൊണ്ട് ചെയ്യുമ്പോൾ +9. അപ്പൊ 4 9 15. അപ്പൊ നമുക്ക് കിട്ടും 4 9 14 15 1 2 45. അപ്പൊ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ട്രേസ് ഓഫ് എ കിട്ടി, m11 + m22 + m33 കിട്ടി, ഡിറ്റർമിനന്റ് എ കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം.
ലാംഡ ക്യൂബ് മൈനസ് റേസ് ഓഫ് എത്രയാണ് മൈനസ് ലാംഡ സ്ക്വയർ. റേസ് ഓഫ് എ -1 ആയിരുന്നു. അതുകൊണ്ട് റേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ -1 ആയിരുന്നു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ പ്ലസ് ആവും. ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് ഇവിടെ m11 പ്ലസ് m22 പ്ലസ് m33 എത്രയാണ് -21 ആണ്. -21 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എത്രയാണ് 45. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ പോളിനോമിയൽ ഇക്വേഷൻ കിട്ടി. പോളിനോമിയൽ ഇക്വേഷൻ എന്താണ്? ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ -21 ലാംഡ -45 is equal to 0. ഇതാണ് പോളിനോമിയൽ ഇക്വേഷൻ. ഈ പോളിനോമിയൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഐഗൻ വാല്യൂസ്. ഇത് നമ്മൾ സോൾവ് ചെയ്യും. കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ ലാംഡ ഈസ് ഈക്വൽ ടു 5 -3 -3. നമുക്ക് 3 റൂട്ട് കിട്ടും. ആ 3 റൂട്ട് ഏതൊക്കെയാണ്? 5 -3 -3. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ 5 -3 എന്നാണ് രണ്ടാമത് വരുന്ന റൂട്ട് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ അടിച്ചിരുമ്പോൾ നമുക്ക് ആദ്യം 5 -3 എന്നായിരിക്കും കിട്ടും. 2 റൂട്ടാ കാണിക്കുള്ളൂ. രണ്ടാമത് വരുന്ന റൂട്ടിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 5 -3 -3 അങ്ങനെ 3 റൂട്ടാണ് ലാംഡയുടെ വാല്യൂസ് ആയിട്ട് കിട്ടുന്നത്. ഈ ഇതിനെയാണ് നമ്മുടെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിനാണ് കേട്ടോ. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഹോമോജീനിയസ് സിസ്റ്റം എഴുതാം. a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ എന്താണ്? -2 മൈനസ് ലാംഡ 2 -3 2 1 മൈനസ് ലാംഡ -6 -1 -2 മൈനസ് ലാംഡ x1 x2 x3 then 0 0 0. ഇതിൽ ലാംഡയ്ക്ക് പകരം നമ്മൾ എന്താ ലാംഡയുടെ വാല്യൂസ് എഴുതിയിരിക്കുക. ലാംഡയുടെ വാല്യൂസ് 5 -3 -7 3 വാല്യൂസ് ആണ് കിട്ടിയത്. അപ്പൊ ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ലാംഡ = 5 കൊടുക്കാം. ലാംഡയുടെ വാല്യൂ നമ്മൾ 5 കൊടുക്കുമ്പോൾ ഈ മെട്രിക്സിൽ എന്താണ് സംഭവിക്കുക നോക്കിയേ. -2 -5 -7 വരും. 2 -3 അടുത്ത 2 1 -5 -5 എന്ന് പറഞ്ഞാൽ -4 ആവും. -6 അടുത്ത -1 -2 5 ലാംഡയ്ക്ക് ഒരു -2. തന്നെ ഈ മെട്രിക്സിനെ എന്ന മെട്രിക്സിനെ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. കൺവെർട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അപ്പൊ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ആദ്യം കോമൺ ഫാക്ടറിലോട്ട് കളയാം. -7 2 -3 രണ്ടാമത്തെ 2 കൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ 1 -2 -3 ഇത് 2 ഇത് 4 ഇത് 3 6. അടുത്തതിൽ ചെയ്തില്ല. -1 -2 -5 നമുക്ക് ഇങ്ങനെ എഴുതാം. 1 2 5. ഞാൻ സ്റ്റേജ് ഞാൻ ചെയ്യാൻ പോണത് ഈ ലാസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് റോയിൽ കൊടുക്കുന്നു. 1 2 5 then 2 1 2 5 then 1 -2 -3 ഫസ്റ്റ് റോ എടുത്ത് ലാസ്റ്റ് റോ കൊടുക്കുന്നു. -7 2 -3 that is equal to ഇനി നമ്മൾ ഈ 1 നമ്മൾ 0 ആക്കണം. അപ്പൊ R2 changes to R2 minus R1. 1 2 5 ഇവിടെ നമുക്ക് 0 ആയി പോകും. ഇവിടെ -2 -4 ആവും. -3 5 കുറച്ച് -8 ആവും. ഇനി R3 changes to R3 plus 7 R1 ഇവിടെ ആയിട്ട് 0 ആവും. ഇവിടെ നമുക്ക് 2 7 14 അല്ലെ. ഇവിടെ 2 7 14 വരുമ്പോ 16 വരും. ഇവിടെ നമുക്ക് -3 ആണ്. അപ്പൊ നമുക്ക് 32 വരും. -3 + 32 വരും 32 വരും. That is equivalent to ഫസ്റ്റ് റോ അങ്ങനെ എഴുതുന്നു. 1 2 5 0 -4 -8 ഇവിടെ 0
ഇവിടെ നമ്മൾ ഈ എലമെന്റ് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ R3യിൽ നിന്നും R3 changes to R3 minus 4R2. ഈ R2 വരെ നമ്മൾ 4 കൊണ്ട് വിളിക്കാം. എന്നിട്ട് R3യിൽ നിന്ന് 4R2 കുറച്ചാൽ മതി. ഇല്ല R3യും R4 കൂട്ടിയാൽ മതി അല്ലേ? R2വിനെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചിട്ട് R3യും R4 തമ്മിൽ കൂട്ടിയാൽ മതി. R3 R4 കൂട്ടുക. കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 0 ആയി പോകും. 452 ഇവിടെ 0 ആയി. അപ്പൊ ഒരു എക്ലോൺ ഫോം കിട്ടി. ഈ എക്ലോൺ ഫോമിലെ റാങ്ക് എത്രയാണ്? റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് 2 ആണ് കിട്ടുന്നത്. റാങ്ക് 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺനോൺസ് 3 അൺനോൺസ് ഉണ്ട്. x1 x2 x3. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇതില് ചെയ്യുമ്പോൾ 1 2 5 ഇവിടെ 0 - 4 - 8 നമുക്ക് 0 1 2 എഴുതാം കേട്ടോ. 1 2 എഴുതാം. നമ്മൾ -4 ഡിവൈഡ് ചെയ്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ x1 x2 x3 0 0 0. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് x1 + 2x2 + 5x3 is equal to 0. Second equation x2 + 2x3 is equal to 2x3 is equal to 0. അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ റാങ്ക് എന്ന് പറഞ്ഞ 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. 3 - 2 1 ആണ്. ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പൊ x3 t ആയിട്ട് എടുത്തു. അപ്പൊ x2 ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടാം? x2 is equal to -2t. അപ്പൊ x2 ന്റെ വാല്യൂ ഇനി x1 കിട്ടാനായിട്ട് -2x2 - 5x3. x2 എന്ന് പറഞ്ഞാൽ -2t ആണ്. അപ്പൊ -2 × -2t 4t - 5t that is equal to -t. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐഗൻ വെക്ടർ കിട്ടി. ലാംഡ = 5 ആയപ്പോൾ ഐഗൻ വെക്ടർ നമുക്ക് എഴുതി വെക്കാം. ലാംഡ = 5 ആയപ്പോൾ ഐഗൻ വെക്ടർ എന്താണ്? x1 എന്ന് പറഞ്ഞാൽ -t, x2 എന്ന് പറഞ്ഞാൽ -2t, x3 എന്ന് പറഞ്ഞാൽ t. അത് നമുക്ക് എങ്ങനെ എഴുതാം? -1 -2 ഫസ്റ്റ് ഐഗൻ വെക്ടർ കിട്ടി. ഇത് രണ്ടാമത്തെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. ലാംഡ = -3 ആവുമ്പോൾ ഐഗൻ വെക്ടർ രണ്ടാമത്തെ ഐഗൻ വെക്ടർ. ലാംഡ = -3. ഇവിടെ ഈ മെട്രിക്സില് -3 കൊടുക്കാം. -2 -3. അപ്പൊ നമുക്ക് ഇവിടെ 1 വരും. 2 -3 2. ഇവിടെ 1 -3 എന്ന് പറയുമ്പോൾ 4 ആവും. -6. ഇവിടെ -1 -2 3 വരും. ഇതിന് എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യാം 1 2 -3 1 2 -3 ആണ്. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 1 കിട്ടി, 2 കിട്ടി, -3 കിട്ടി. ഇവിടെ -1 -2 3. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 1ന് താഴെയുള്ള 1നെ 0 ആക്കാം. അപ്പൊ കുറച്ചാൽ മതി. 1 2 -3 കുറച്ച് കഴിഞ്ഞാൽ 0 ആയി പോകും. ഇവിടെ 0 ആയി പോകും. ഇവിടെ 0 ആയി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി പോകും. 1 -1 -2 കൂട്ടിക്കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പൊ 1 2 -3. അപ്പൊ നമുക്ക് റാങ്ക് എത്ര കിട്ടി? റാങ്ക് എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 ആണ്. റാങ്ക് ഈസ് ഈക്വൽ ടു 1. നമ്പർ ഓഫ് അൺനോൺസ് എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എഴുതാം. 1 2 -3 0 0 0 0 0 0 then x1 x2 x3 then 0 0 0. അപ്പൊ നമ്മളത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ x1 + 2x2 - 3x3 is equal to 0. ഒരേ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഒറ്റ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് -3 റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. ആ 2 ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം x2 എന്നുള്ളത് 1 കൊടുക്കുക, x3 0. x2 1 ഉം x3 0 ഉം കൊടുക്കാം. അപ്പൊ x1 നമുക്ക് എത്ര കിട്ടും നോക്കിയേ? x1 is equal to -2x2 + 3x3. അപ്പൊ നമുക്ക് x1 is equal to -2. അപ്പൊ ഫസ്റ്റ് സെറ്റ് ഐഗൻ വെക്ടർ എന്താണ്? ഫസ്റ്റ് സെറ്റ് ഐഗൻ വെക്ടർ -2 1 0.
-2 1 0. അപ്പോൾ ലാംഡ -3 വരുമ്പോൾ ഫസ്റ്റ് സെറ്റ് ഐറ്റം വെക്ടർ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് സെറ്റ് ഐറ്റം വെക്ടർ ലാംഡ -3 വരുമ്പോൾ ലാംഡ -3 വരുമ്പോൾ ഐറ്റം വെക്ടർ നമുക്ക് കിട്ടുന്നത് -2 1. ഇനി വീണ്ടും നമുക്ക് അടുത്ത ഐറ്റം വെക്ടർ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഐറ്റം വെക്ടർ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? x2 = 1 x3 = 0 കൊടുക്കും. ഇനി നേരെ തിരിച്ചു കൊടുക്കാം. x2 0 കൊടുക്കാം, x1 നമ്മൾ x3 നമ്മൾ 0 x3 1 കൊടുക്കാം. x2 0യും x3 1 കൊടുക്കാം. ആദ്യം നമ്മൾ x2 1 x3 0 കൊടുത്തു. ഇനി നമ്മുടെ ഇക്വേഷനിൽ x2 0യും x3 1 കൊടുക്കാം. അപ്പൊ നമുക്ക് x എത്ര കിട്ടുന്നത്? x1 = -2x2 + 3x3. അപ്പൊ -0 2x2 എന്ന് പറയുമ്പോൾ 0 ആയിപ്പോൾ +3. അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ലാംഡയ്ക്ക് മൈനസ് രണ്ടാമത്തെ കേസിൽ കിട്ടുന്നത് എന്താണ്? x1 ന്റെ വാല്യൂ 3 കിട്ടും, x2 എന്നുള്ളത് 0 കിട്ടും, x3 എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് 3 ഐറ്റം വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടാമത്തെ കേസിൽ ലാംഡ -3 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നു. ലാംഡ -3 റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഒരേ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആ ഇക്വേഷൻ ഏതാണ്? x1 + 2x2 - 3x3 = 0 ആണ്. ഇവിടെ നമുക്ക് ലാംഡ -3 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 സെറ്റ് ഐറ്റം വെക്ടർ കിട്ടണം. ആ 2 സെറ്റ് ഐറ്റം വെക്ടർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്തൊരു എളുപ്പ വഴി എന്താണ്? x2 ആദ്യം നമ്മൾ x2 1 കൊടുക്കുന്നു, x3 0 കൊടുക്കുന്നു. ആദ്യം x2 1 കൊടുക്കുന്നു, രണ്ടാമത് x3 0 കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ x1 കണ്ടുപിടിക്കുന്നു. x1 കണ്ടുപിടിക്കുമ്പോൾ -2 കിട്ടും. അപ്പൊ ആദ്യത്തെ സെറ്റ് ഐറ്റം വെക്ടർ -2 1 0. വീണ്ടും -3 ഒരു പ്രാവശ്യം കൂടി ഉള്ളത് കൊണ്ട് ഈ x2 1 x3 0 എന്നുള്ളത് തിരിച്ചെടുക്കുന്നു. x2 0യും x3 1 കൊടുക്കുന്നു. x2 0യും x3 1 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആര് കിട്ടും? x1 എന്നുള്ളത് 3 കിട്ടും. രണ്ടാമത്തെ സെറ്റ് ഐറ്റം വെക്ടർ 3 0 ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് 3 സെറ്റ് ഐറ്റം വെക്ടേഴ്സ് കിട്ടി. ലാംഡ 5 ആയപ്പോൾ കിട്ടിയ ഐറ്റം വെക്ടർ എന്താണ്? -1 -2 1 ആണ്. ലാംഡ -3 ആയപ്പോൾ കിട്ടിയ ആദ്യത്തെ ഐറ്റം വെക്ടർ ഏതാണ്? -2 1 0 ആണ്. വീണ്ടും ലാംഡ -3 ഐറ്റം വെക്ടർ എന്താണ്? 3 0 1 ആണ്. ഇവിടെ ലാംഡ -3 കേസിൽ നമുക്ക് ഒരേ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത്. ആ ഇക്വേഷനിൽ x1ന്റെയും x2ന്റെയും x3ന്റെയും വാല്യൂ നമ്മൾ 1 0 എന്നുള്ളത് മാറ്റി കൊടുത്തു. ആദ്യം x2 1 കൊടുത്തു, x3 0 കൊടുത്തു. രണ്ടാമത് നമ്മൾ x3 1 കൊടുത്തു, x2 0 കൊടുത്തു. അങ്ങനെ ആദ്യം x2 1 x3 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ നമുക്ക് -2 കിട്ടും. അങ്ങനെയാണ് -2 1 0 കിട്ടുന്നത്. രണ്ടാമത് തിരിച്ച് x2 0യും x3 1 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ രണ്ടാമത്തെ സെറ്റ് ഐറ്റം വെക്ടർ 3 0 ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KP ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക, ചെയ്ത് പഠിക്കുക കേട്ടോ.